Hey everyone, welcome to day 2 in Goa. It's me Maria here. മോർണിംഗ് ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈം ആയിരുന്നു. സോ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദ റെയിൻബോ കഫേയിലേക്ക് പോയി. നമ്മൾ ചൂസ് ചെയ്ത കഫേയൊക്കെ ബീച്ച് സൈഡായിരുന്നു. കാരണം നമുക്ക് ബീച്ച് മാക്സിമം എൻജോയ് ചെയ്യണമെന്നായതുകൊണ്ട് ബീച്ച് സൈഡിലുള്ള വ്യൂവിലുള്ളൊരു കഫേ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഒരു കോഫിയും കുടിച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി. സുലുലാൻഡ് കോട്ടേജസ് ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേയുടെ പ്ലേസ്. എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഭയങ്കര കോസി ഫീലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്തൊരു അഞ്ജന ബീച്ച് ഉണ്ടായി. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി ഒരു ബിയറൊക്കെ മേടിച്ച് വ്യൂ ഒക്കെ കണ്ട് ലഞ്ചൊക്കെ കഴിച്ചിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫ്രൈഡ് റൈസും അവിടെ ഒരു പ്രോൺസിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടായി, അതാണ് മേടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി സൂപ്പർബ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു, വ്യൂ ഒക്കെ കണ്ടു, സൺസെറ്റ്സ് ഒക്കെ കണ്ടു. കുറച്ച് മഴയുടെ ചാൻസസ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു. കോട്ടേജസിൻ്റെ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് നടന്ന് ലേക്ക്. അവിടെ തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് അവിടെ തന്നെ എല്ലാം ഒന്ന് കറങ്ങിയടിച്ച് നടന്ന് കണ്ടു ഞങ്ങൾ. നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും മിക്ക ബീച്ചസിലും അവർ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ നിന്ന് കോട്ടേജിൻ്റെ തൊട്ടടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിലൊരു ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് അവിടെ പോയി അവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചു. ശങ്കാന്ന് കരുതിക്കൊണ്ട് ശവൻ എന്തോ തട്ടിക്കൊണ്ട് നടക്കുന്നതാണ് കാണുന്നത്. നമുക്ക് അവിടെ ഫ്ലേവേർഡ് ഹുക്കേഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മളൊരു ഫ്ലേവേർഡ് ഹുക്കയും പറഞ്ഞു, അതും എൻജോയ് ചെയ്ത് നൈറ്റ് ടൈമിൽ ബീച്ചിലിരുന്നു. ആൻഡ് ദിസ് വാസ് ദി എൻഡ് ഓഫ് അവർ ഡേ 2. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് day 3 at Goa soon. Okay, bye.